ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ ഹോളർ ഉണ്ടാക്കുകയാണ്. അതായത് ഒരു പേപ്പറിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു ഓട്ടോക്ക അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹോൾസ് ഇടാം, കാരണം ടൂത്ത് പിക്ക് ഇതാക്കണം. ഞാൻ അതിനെ ബ്ലേഡ് പിന്നേണ്ട ആവശ്യമില്ലായിരുന്നു, മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ പെന്നും കൊണ്ടാണ് കുത്തുന്നത്, പക്ഷെ പോയി. അപ്പോൾ നമ്മൾ 3 ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പേപ്പർ എടുക്കാം, അതിൻ്റെ അറ്റൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പെന്നും കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിക്ക് ഒന്ന് മേലെ വെച്ചിട്ടുണ്ട്, കാരണം അത് നിൽക്കാൻ, അതായത് ഇതിൻ്റെ ഫ്ലോപ്പ് ആവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കാൻ നിങ്ങൾ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ തട്ടിക്കൂട്ടി വെച്ചേക്കാണ് ഗായ്സ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മേലെ ടൂത്ത് പിക്ക് വെക്കുന്നതിൻ്റെ മേലെ സെലോ ടാപ്പ് ഒട്ടിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യാം. താഴെ ഒട്ടിക്കുന്നുണ്ടോ കമന്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ച ഭാഗത്ത് കട്ട് ചെയ്യുക, കട്ട് ചെയ്ത്
ഒട്ടിക്കാം. അതിനുള്ള ബ്രഷ് ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് നോക്കാം. ഫ്ലോപ്പായെങ്കിൽ അതിൻ്റെ മേലെ പേപ്പർ വെക്കും. അത് ഉറപ്പാണ്. ഇത് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ പെയിൻ്റ് അടിക്കാറ്. പെയിൻ്റ് അടിച്ച് ഉണങ്ങിക്കില്ലാത്തതുകൊണ്ട് നേരെ പേപ്പർ വെക്കും. കണ്ടോ, പേപ്പർ വെച്ച് ഇനി നമുക്ക് കുറച്ച് കളർ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. ബോറാവേണ്ട വേണ്ടി ഒട്ടിക്കണമെന്ന് കേട്ടില്ലേ. അപ്പോൾ എന്താ കളർ സ്റ്റിക്കേഴ്സ് ഉള്ളവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അവിടെ റെഡ് കളറുള്ള കളർ സ്റ്റിക്കർ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ കൊടുക്കാം. അല്ലെങ്കിൽ സെലോ ടാപ്പ്